ഓക്കെ, അപ്പൊ ന്യൂ ചാപ്റ്റർ 14 കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതാണ് ഇന്ന് മാം എടുക്കുന്നത്. കെമിക്കൽ എഫക്ട്സ് എന്താണ്? കെമിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രിക് കറന്റ് എന്താണ്. നിങ്ങൾക്ക് അറിയാലേ, നിങ്ങൾ 6th 5th സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചു വരുന്ന എന്താണ് കറന്റ്, എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെ. എന്താണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലോ ഓഫ് ചാർജസിനാണ് നമ്മൾ കറന്റ് എന്ന് പറയുന്നത് അല്ലെ, ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കെമിക്കൽ ഇഫക്ട്സ് ആണ് നമ്മളുടെ ഈ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അതിൽ എന്താണ് നമ്മൾ കെമിക്കൽ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് ആലോചിക്കുക. നമ്മളുടെ ഇപ്പം മാം ഒരു എക്സാമ്പിൾ പറയാം. ഒരു പേപ്പർ, ഓക്കെ, മാമിന്റെ കയ്യിൽ ഒരു പേപ്പറിന് സിമ്പിൾ ഒരു പേപ്പറും മാം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു, ഒന്ന് കീറി. ഓക്കെ, അതെന്താണ്, ആ പേപ്പർ രണ്ടായിട്ട് പകുതിയായി മുറിഞ്ഞു. അത് എന്ത് എഫക്റ്റ് ആണ് വരുന്നത്? ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ. നമ്മളെ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് കീറുകയാണെങ്കിൽ ഓക്കെ, അതെന്താണ് അവിടെ വരുന്നത്? പേപ്പർ രണ്ടായിട്ട് പാർട്ടായി, അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, അതല്ലാതെ മാം എന്ത് ചെയ്തു, ഈ പേപ്പർ ഒന്ന് ബേൺ ചെയ്തു, ഒന്ന് കത്തിച്ചു. അപ്പൊ അതെന്തായി? ഒന്ന് ആലോചിച്ച് നോക്കി, ആ പേപ്പർ എന്തായി? ഒരു ആഷസ് ആയിട്ട് മാറി അല്ലെ. നമുക്ക് കാണാം, നമ്മള് പേപ്പർ ബേൺ ചെയ്താൽ നമുക്ക് കാണാം കുറച്ച് ആഷസ് കാണാം അല്ലെ. അപ്പൊ അതെന്തായി? അവിടെ എന്ത് ചേഞ്ചസ് ആണ് നടക്കുന്നത്? ഒരു കെമിക്കൽ ചേഞ്ചസ് ഉണ്ട് അല്ലെ. നമ്മളുടെ ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസ് ആയി മാറി. ഓക്കെ, ആ പേപ്പർ എന്തായിട്ട് മാറി? ഒരു ആഷ് ആയിട്ട് മാറി. പിന്നെ അവിടെ എന്താവും? ഒരു ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ, പുക ഉണ്ടാവില്ലേ, നമ്മൾ കത്തുമ്പോൾ പുക. അപ്പൊ അതെന്താ? അത് വേറൊരു സബ്സ്റ്റൻസ് ആയി ചേഞ്ച് ചെയ്യും. അതാണ് നമ്മളുടെ എന്ത് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിന് കുറെ എഫക്ട്സ് ഉണ്ടാവും. എന്തൊക്കെ എഫക്റ്റ് ആണ് നമുക്ക് അറിയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച്. നിങ്ങളിപ്പോ 7th പഠിച്ചിട്ടുണ്ട്, 2 എഫക്ട് പഠിച്ചിട്ടുണ്ട്. എന്ത് എഫക്റ്റ് ആണത്? ഏത് ചാപ്റ്റർ ആണ്? ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ 7th. ആ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട് എഫക്ട്സ്, ഇലക്ട്രിക് കറണ്ട് എഫക്ട്സ് എന്താണെന്ന്. അതിൽ നമ്മൾ 2 പറയുന്നത് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റും പറയുന്നുണ്ട്, മാഗ്നറ്റിക് എഫക്റ്റും പറയുന്നുണ്ട് അല്ലെ. ഓർമ്മയുണ്ടോ? ഹീറ്റിംഗ് എഫക്റ്റും ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ 2 കഴിഞ്ഞ് നമ്മൾ ഇനി 3ാമത്തതിലേക്ക് പോകാനതാണ് കെമിക്കൽ എഫക്ട്. ഓക്കെ, കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ മാം കുറച്ച് നമ്മളുടെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് നമുക്ക് കുറച്ച് ഇത് പഠിക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് കെമിക്കൽ എഫക്ട്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് കൊടുത്തത് എന്താണ്? കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ കണ്ടക്ടർ? എന്താണ് മക്കളെ കണ്ടക്ടർ എന്ന് പറയുന്നത്? നമ്മൾ ഇലക്ട്രിക് കറണ്ട് ബേസിൽ ഒന്ന് ആലോചിക്കുക. എന്താണ് കണ്ടക്ടർ? നമ്മളുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അല്ലെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയും അല്ലെ. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. കേട്ടിട്ടുണ്ടോ? ഗുഡ് കണ്ടക്ടർ, ബാഡ് കണ്ടക്ടർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തത് അല്ലെ, അതിന് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ വായിച്ചാലോ. എന്താണ് കണ്ടക്ടേഴ്സ്? ഒന്ന് വായിച്ചേ. എ കണ്ടക്ടർ ഈസ് എനി മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് ദാറ്റ് അലൗസ് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ഇറ്റ്. ഓക്കെ, എന്താണ് പറയുന്നത്? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എനി മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസസ്, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ദാറ്റ് അലൗ, എന്തു ചെയ്യും? അത് അലൗ ചെയ്യും. എന്ത് ഫ്ലോ ചെയ്യാൻ? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ. ദാറ്റ് അലൗസ് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ഇറ്റ്, അതിലൂടെ. ഓക്കെ, ആ കണ്ടക്ടർ, ആ ഒരു സബ്സ്റ്റൻസ് ഒരു മെറ്റീരിയലിലൂടെ എന്ത് ഫ്ലോ ചെയ്യാൻ അത് ചെയ്യും? അലൗ ചെയ്യും, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ. ഓക്കെ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ ചാർജസിന്റെ ഫ്ലോ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇലക്ട്രിസിറ്റി പഠിച്ചപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സർക്യൂട്ട് പഠിച്ചു അല്ലെ. നമ്മളുടെ സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് സർക്യൂട്ടില്? ഓർമ്മയുണ്ടോ? എന്തൊക്കെ ഉണ്ടായിരുന്നു? വയർ, ഒരു കണക്ടിങ് വയർ ഉണ്ടായിരുന്നു, ഒരു സെല്ല് ഉണ്ടായിരുന്നു അല്ലെ, ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഉള്ള സെല്ല് ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? നമ്മളൊരു ബൾബ് അല്ലെ, നമ്മളെ ബൾബ് അതെന്തായിരുന്നു? പിന്നെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു അല്ലെ, നമ്മൾ കീ പോലെ ഒരു സ്വിച്ച് വെച്ചിരുന്നു. അതൊക്കെ നമ്മൾക്ക് എന്തായിട്ട് പറയായിരുന്നു? ഒരു സർക്യൂട്ട് ആയിട്ട് പറയുന്നു. ഓക്കെ, അതൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞത്. ഓക്കെ, അതൊക്കെ മൈൻഡിൽ വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്?
എ കണ്ടക്ടർ ഓർ ഇൻസുലേറ്റർ ആൻഡ് ഇൻസുലേറ്റർ. ഓക്കെ, എന്തായിരുന്നു കണ്ടക്ടർ എന്താ പറഞ്ഞത്? എ കണ്ടക്ടർ ഈസ് എനി മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് that allow electricity to flow through it. അല്ലേ? എന്ത് allow ചെയ്യും? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ allow ചെയ്യുന്ന മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് is called a conductor. Okay, what is meant by insulator? എന്താണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ? An insulator is any substances or material that prevents the flow of electricity through it. അത് എന്ത് പ്രിവെന്റ് ചെയ്യും? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യും, സമ്മതിക്കൂല ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ ഇസ് കോൾഡ് ആൻ ഇൻസുലേറ്റർ. ഓക്കെ, അപ്പൊ കണ്ടക്ടർ ഓർ ഇൻസുലേറ്ററിന്റെ ഡെഫിനിഷൻ ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ റീഡ് ചെയ്യണോ? എന്നാ ഒന്നും കൂടെ മാമിന്റെ കൂടെ തന്നെ ഒന്ന് റീഡ് ചെയ്ത്. എ കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് ദാറ്റ് അലൗസ് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ഇറ്റ്. ഓക്കെ, second, an insulator is any substances or material that prevents the flow of electricity through it. Okay അല്ലേ? അപ്പൊ രണ്ട് ഡെഫിനിഷൻ ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അതിലേക്ക് എക്സാമ്പിൾസിലേക്ക് പോവാം. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഇലക്ട്രിസിറ്റി അലൗ ചെയ്യുന്ന മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസസ് അല്ലെ? അതാണ് കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾസ്? ഓക്കെ, കോപ്പർ അല്ലെ, നമ്മളുടെ വയേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കോപ്പർ വയർ കേട്ടിട്ടില്ലേ? ഇതാണ് കോപ്പർ. സെക്കൻഡ് എന്താണ്? ഓൾ അതർ മെറ്റൽ, എല്ലാ തരം മെറ്റൽസും അതൊക്കെ എന്താണ്? നമ്മളുടെ കണ്ടക്ടേഴ്സ് ആണ്. അതൊക്കെ ഗോൾഡ്. ഗോൾഡ് ഒരു കണ്ടക്ടർ ആണ് അല്ലെ? ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അത് നമ്മളുടെ ഒരു കണ്ടക്ടർ ആണ്. പിന്നെന്താണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്താണ്? കണ്ടക്ടർ ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് നോക്കി. പെൻസിൽ, പെൻസിലിന്റെ ലെഡ് കണ്ടിട്ടില്ല? അത് ഗ്രാഫൈറ്റ് ആണെന്ന് അറിയാം അല്ലെ? അത് ഒരു കണ്ടക്ടർ ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ കാണിച്ചത്? വാട്ടർ. യെസ്, വാട്ടർ ഈസ് എ കണ്ടക്ടർ. വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഓക്കെ, ആ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതും അത് വെച്ചിട്ട് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു കണ്ടക്ടറുടെ എക്സാമ്പിൾ ആണ് എന്ത്? വാട്ടർ. ഓക്കെ, എന്തൊക്കെയായിരുന്നു എക്സാമ്പിൾസ്? കോപ്പർ, ഗോൾഡ്, വാട്ടർ, ഓൾ അതർ മെറ്റൽസ്. ഫസ്റ്റ് മെറ്റൽസ് എഴുതണം നമ്മൾ. ഓൾ അതർ മെറ്റൽസ് പറഞ്ഞത് എല്ലാ തരം മെറ്റൽസും. ഓക്കെ, ഗ്രാഫൈറ്റ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഈ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസ് പറഞ്ഞേ. എന്താണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് പറഞ്ഞത്? പ്രിവെന്റ് ടു ഫ്ലോ ദ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ പ്രിവെന്റ് ചെയ്യുന്നതായിരുന്നു നമ്മളുടെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞത്. എന്തായിരുന്നു അതിന്റെ എക്സാമ്പിൾസ്? ഗ്ലാസ്, പ്ലാസ്റ്റിക്, സെറാമിക്, റബ്ബർ, വുഡ്, ഫാബ്രിക്, പേപ്പർ, എന്താണ്? വൂൾ, കോർക്ക്. ഓക്കെ, എന്താണ് പറയുന്നത്? ഇതൊക്കെ നമ്മളുടെ ഇൻസുലേറ്റേഴ്സ് ആണ്. നമ്മൾക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ഇത് ഗ്ലാസ് മെറ്റീരിയൽ അറിയാലോ അല്ലെ? നമ്മളുടെ ഇത് എക്സാമ്പിൾ എന്താ കൊടുത്തത്? ജസ്റ്റ് നമ്മൾ ടീ ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ആണ് കൊടുത്തത്. എന്ത് ഗ്ലാസ് മെറ്റീരിയൽസിലൂടെ എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. ഓക്കെ, പ്ലാസ്റ്റിക്കിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. പ്ലാസ്റ്റിക് എന്താണ്? ഒരു ബാഡ് കണ്ടക്ടർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളുടെ പല സബ്സ്റ്റൻസും നമ്മളുടെ ഇലക്ട്രീഷ്യൻസ് യൂസ് ചെയ്യുന്ന പല സാധനം, സ്ക്രൂ പോലത്തെ സാധനത്തിലേക്ക് നമ്മളുടെ ഹാൻഡില് നമ്മൾ പ്ലാസ്റ്റിക്കിനോട് മേഡ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ മെറ്റൽ ആയിരിക്കും, ഹാൻഡില് പ്ലാസ്റ്റിക് ആയിരിക്കും. അത് എന്തുകൊണ്ടായിരിക്കും? എന്താണ്? നമ്മൾക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്യും അല്ലെ? അതെന്താണ്? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണ്. അവിടേക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂല. അതുകൊണ്ട് അവിടെ എന്താണ് ഷോക്കിന്റെ ഉണ്ടാവില്ല, അത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു? ഗ്ലാസ് കഴിഞ്ഞു, പ്ലാസ്റ്റിക്, സെറാമിക്. സെറാമിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറാമിക് ഐറ്റംസ് അറിയില്ല? നമ്മൾ പൊട്ടുന്ന നമ്മളുടെ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ അറിയാം അല്ലെ? നമ്മളുടെ ഡൈനിങ് എന്താ പറഞ്ഞു? പ്ലേറ്റ്സ്, അങ്ങനത്തെ ഒക്കെ സാധനം സെറാമിക് ഐറ്റംസ്. ഓക്കെ, അതന്നെ റബ്ബർ ഐറ്റംസ്, റബ്ബേഴ്സ് ഒക്കെ അല്ലെ? അതും നമ്മള് ഇലക്ട്രീഷ്യൻസ് യൂസ് ചെയ്യുന്ന പല ഐറ്റംസിൽ നിങ്ങൾക്ക് റബ്ബേഴ്സ് കാണാം. നമ്മളുടെ വയറിന് നമ്മളുടെ എന്താണ് മെറ്റൽസിനെ റോൾ ചെയ്തിരിക്കും റബ്ബർ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? റബ്ബർ എന്തായിരിക്കും? ഒരു ഇൻസുലേറ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ, പിന്നെന്താണ്? വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരം ഒരു ഇൻസുലേറ്റർ ആണ്. ഓക്കെ, ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ഒരു ഇൻസുലേറ്റർ ആണ്. ഓക്കെ ആണോ? പിന്നെ പേപ്പറും ഒരു ഇൻസുലേറ്റർ ആണ്. പിന്നെന്താണ്? വൂൾ ആൻഡ് കോക്ക്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് ഇൻസുലേറ്റേഴ്സ് ആൻഡ്
കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ ഓക്കെ ഇനി എന്താ നമ്മൾ പറയുന്നത് നോക്കി. എനി സബ്സ്റ്റൻസസ് can be called as any substances can be called as a conductor of electricity if it allows movement of charges through it. അല്ലെ, നമുക്കറിയാം ഒരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എന്നാൽ എന്താണ് നമ്മളുടെ അതിന്റെ ഫ്ലോ, എന്തിന്റെ ഫ്ലോ? ചാർജസിന്റെ ഫ്ലോ ആണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി എന്ന് നമുക്കറിയാം. അപ്പൊ എന്ത് സമ്മതിക്കണം? ചാർജ് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഒന്നും കൂടെ വായിച്ചേ. എനി സബ്സ്റ്റൻസസ്, ഏതൊരു സബ്സ്റ്റൻസസ് ക്യാൻ ബി കോൾഡ് ആസ്, നമുക്ക് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയണമെങ്കിൽ എന്താണ് മക്കളെ? ഇഫ് ഇറ്റ് അലൗസ് മൂവ്മെന്റ് ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. എന്താണ്? ചാർജസിന്റെ മൂവ്മെന്റ് അലൗ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എനി സബ്സ്റ്റൻസ് ക്യാൻ ബി കോൾഡ് എസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഇഫ് ഇറ്റ് അലൗസ് മൂവ്മെന്റ് ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ വായിച്ചേ. The electron of the conductors can flow freely. They are delocalized and can take electric current through it. Okay. കണ്ടക്ടേഴ്സിന് കുറച്ച് സബ്സ്റ്റൻസ് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞ കുറെ മെറ്റൽസ് ഒക്കെ. അതിലെ ഇലക്ട്രോൺസ് അല്ലെ, നമുക്കറിയാം നമ്മളുടെ ഏതൊരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിലെ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. ഡീലോക്കലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് മക്കളെ, എന്താണ് പറയുന്നത്? അതിലൂടെ എന്ത് എളുപ്പമായിരിക്കും? എന്ത് ചാർജസ് ഫ്ലോ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, നമ്മളുടെ എന്താ പറയുക, ഈ ഇൻസുലേറ്റേഴ്സിനൊക്കെ നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും എന്ത് ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിലൂടെ ചാർജസ് ഫ്ലോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ മാം, ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ വായിച്ച ഈ പോയിന്റ്. ദ ഇലക്ട്രോൺസ് ഓഫ് ദ കണ്ടക്ടേഴ്സ് ക്യാൻ ഫ്ലോ ഫ്രീലി. ദേ എന്താണ് ബ്രാക്കറ്റിൽ പറഞ്ഞ ഫ്ലോ ഫ്രീലി എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? ദേ ആർ ഡീലോക്കലൈസ്ഡ്. കറക്റ്റ് ലോക്കലൈസ്ഡ് ആയിട്ടല്ല, പല തല തെറിച്ച് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് ആ സ്പേസിലൂടെ എന്ത് ഫ്ലോ ചെയ്യാൻ പറ്റും? ചാർജസ് ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ സബ്സ്റ്റൻസ് എന്താണ്, ഒരു കണ്ടക്ടർ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോയിന്റ്? ദ ഇലക്ട്രോൺസ് ഓഫ് ദ കണ്ടക്ടേഴ്സ് ക്യാൻ ഫ്ലോ ഫ്രീലി. ദേ ആർ ഡീലോക്കലൈസ്ഡ് ആൻഡ് ഹെൻസ് ക്യാൻ ടേക്ക് ഇലക്ട്രിക് കറന്റ് ത്രൂ ദം. ഓക്കെ, മനസ്സിലാവുണ്ട്? അതിലൂടെ എന്ത് പാസ് ചെയ്യാം? ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യാം. ഏത് സബ്സ്റ്റൻസിലൂടെ? ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ്. ആ കണ്ടക്ടർ ആവാൻ എന്താ കാരണം? അതിലുള്ള ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ്ലി ലോക്കലൈസ്ഡ് അല്ലാത്തതുകൊണ്ട്, പല തെറിച്ച് കിടക്കുന്നതുകൊണ്ട് അതിലൂടെ എന്ത് പാസ് ചെയ്യാൻ പറ്റും? ചാർജസിന് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ സബ്സ്റ്റൻസ് കണ്ടക്ടർ ആണെന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കിയേ. സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് നോക്കിയേ. Insulators do not allow the flow of charges through them because the electrons are tightly packed with their particles. എന്താണ് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് അല്ലെ, കുറെ സബ്സ്റ്റൻസ് ഇൻസുലേറ്റേഴ്സ് ആണ് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാ ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസിന്റെ ഇലക്ട്രോൺസ് കറക്റ്റ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഓക്കെ, അവിടെ കറക്റ്റ് ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് അതിൽ ചാർജസിന് കറക്റ്റ്ലി ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതെന്താ ഇൻസുലേറ്റർ ആയത്. അതുകൊണ്ട് എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പിക്ചർ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു ഇൻസുലേറ്റർ, ഇതൊരു കണ്ടക്ടർ. ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബേസിക്കലി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ചാപ്റ്ററിൽ ഇത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, മാം ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് നമ്മളുടെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞത്? അതിന്റെ കണ്ടക്ടർ എന്ന് പറഞ്ഞ സൈഡാണ് കാണിക്കുന്നത്. അപ്പൊ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, എന്താണ് കാണിക്കുന്നത്? ഈ ഇലക്ട്രോൺസ് ഒക്കെ ഒരു കറക്റ്റ്ലി പാക്ഡ് ആണ്. കണ്ടോ? എനിക്ക് ശരിക്കും കെമിസ്ട്രിയിൽ ശരിക്കും ഇത് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ അതിനെ കുറിച്ചൊന്നും നമ്മൾ അറിയാൻ ജസ്റ്റ് മാം പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് കണ്ടോ, ഇവിടെ കറക്റ്റ് ലോക്കലൈസ്ഡ് ആണ്. ഇതൊക്കെ കറക്റ്റ് എന്താണ് നമ്മളുടെ ഇതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോൺസ് ഒക്കെ കറക്റ്റ് ഒരു ഇതിലായതുകൊണ്ട് ഇതിലൂടെ എന്താണ് ചാർജസിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ ഒരു കേസ് നോക്കിയേ, കണ്ടക്ടറിന്റെ കേസിൽ നോക്കിയേ, കുറെ ഇലക്ട്രോൺസ് കണ്ട തെറിച്ച് കിടക്കുന്ന ഡീലോക്കലൈസ്ഡ് ആണ്. ഓക്കെ, ഡീലോക്കലൈസ്ഡ് ആയതുകൊണ്ട് ഇതിലൂടെ എന്ത് ചെയ്യും? എന്ത് പാസ് ചെയ്യാൻ കഴിയുന്ന പറയുന്നത്? ചാർജസ് പാസ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. മാം ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ജസ്റ്റ് പറയാം, ഇൻസുലേറ്ററും കണ്ടക്ടർ എന്താന്ന് മാത്രം പഠിച്ചു നോക്കുക. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കുക. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ Some materials can allow a little flow of electricity through them and are called poor conductors of electricity. Okay, ചില മെറ്റീരിയൽസിന് കുറച്ച് എന്താണ്
എന്താണ് ചാർജസ് ഫ്ലോ ചെയ്യാൻ കഴിയും. അത് നമ്മളുടെ എന്താണ് ഒരു പുവർ കണ്ടക്ടർ ആണ്. ഓക്കെ, തീരെ ഇൻസുലേറ്റർ എന്ന് പറയില്ല, ബട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, എന്താണ് പോയിന്റ് പറയുന്നത് നോക്കി. സം മെറ്റീരിയൽസ് ക്യാൻ അലൗ എ ലിറ്റിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ് പറയുന്നത്? സം മെറ്റീരിയൽ ക്യാൻ അലൗ, എന്ത് അലൗ? ലിറ്റിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, കുറച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. Some materials can allow the complete flow of electricity through them and are called. ഓക്കെ, ചില മെറ്റീരിയൽസിന് കംപ്ലീറ്റ്ലി അത് ഫ്ലോ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ അതിന് കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്യാൻ പറ്റും. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ബാഡ് കണ്ടക്ടേഴ്സും എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ്? ഓക്കെ, ബാഡ് ഓർ പുവർ കണ്ടക്ടേഴ്സും ഗുഡ് കണ്ടക്ടേഴ്സും എന്നാണെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ റീഡ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് റീഡ് ചെയ്ത്. Some materials can allow a little flow of electricity through them. Okay, little flow ആണെങ്കിൽ they are called as poor conductors of electricity. Okay അല്ലേ? Second point, some materials can allow the complete flow of electricity through them. Okay, complete flow allow ചെയ്യുകയാണെങ്കിൽ hence they are called good conductors of electricity. Okay അല്ലേ? അപ്പൊ നമ്മൾ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടക്ടേഴ്സിൽ പുവർ ആൻഡ് ഗുഡ് കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ എവരി മെറ്റീരിയൽ മേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സർട്ടൺ സിറ്റുവേഷൻസ്. ഓക്കെ, ഏതൊരു മെറ്റീരിയലും ചില സമയത്ത് എന്താണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതാണ് പറയുന്നത്. എന്താ പറയുന്നത്? Every material may conduct electricity in certain situations. കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എയർ, നമ്മുടെ വായു എന്ന് പറയുന്ന ഒരു ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് തണ്ടർസ്റ്റോംസ് ആൻഡ് ലൈറ്റിംഗ്, തണ്ടർസ്റ്റോംസിന് ലൈറ്റിംഗിന് സമയത്തും ഇറ്റ് ക്യാരീസ് ഇലക്ട്രിക് ചാർജസ് ത്രൂ ഇറ്റ്. അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? മഴയും ഇടിയൊക്കെ ഉള്ള സമയത്ത് നമ്മളുടെ എന്താണ് അതിലൂടെ കുറച്ച് ചാർജസ് ഫ്ലോ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ എന്താണ് ഈ പറയുന്നത്? എയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാഡ് കണ്ടക്ടർ ആണ് ശരിക്കും അല്ലെ? ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ബട്ട് ഇൻ സം കേസസ് അതെന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നാ പറയും. ഏത് കേസില്? തണ്ടർസ്റ്റോംസിന് ലൈറ്റിംഗിന്റെ ഒക്കെ സമയത്ത്. ഓക്കെ, അടുത്ത വായിച്ചേ. Hence, materials are always classified as good and poor conductors of electricity rather than conductors and insulators. Okay, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സമയത്തും കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ പറയാറില്ല. പുവർ കണ്ടക്ടേഴ്സ് ആൻഡ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്നാണ് പറയാറ്. ഓക്കെ, നമ്മൾ ഏതൊരു സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ഈസ് എ ഗുഡ് കണ്ടക്ടർ പുവർ കണ്ടക്ടർ എന്നാണ് നമ്മൾ പറയാറ്. കാരണം ചില സമയത്ത് ഇൻസുലേറ്ററിന് ഏതൊരു മെറ്റീരിയൽ ഇൻസുലേറ്റർ നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം ചില സമയത്ത് അതെന്തായിട്ട് എടുക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളാണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയാം മക്കളെ? ഗുഡ് കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സോ. ഓക്കെ ഓക്കെ ആണോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. Every material may conduct electricity in certain situations. For example, air is a bad conductor of electricity, but in case of thunderstorms and lightning, it carries electric charges through it. Okay. Second point, hence materials are always classified as a good and poor conductor of electricity. നമ്മൾ ക്ലാസിഫൈ ചെയ്യുക rather than ഇതിനേക്കാളും കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് പറയുന്നതിനേക്കാളും നമ്മൾ എന്താ പറയാ? ഗുഡ് കണ്ടക്ടേഴ്സ് ഓർ പുവർ കണ്ടക്ടർ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കി, ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണും. ഓക്കെ, ഇതെന്താ പറയുന്നത്? നമ്മളുടെ ഒരു ടെസ്റ്റർ വെച്ചാണ് എന്താണ് എന്തൊക്കെയുള്ളത് നോക്കി. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിന്റെ എന്താണ്? ഇത് വയർ ഉണ്ട്. നമുക്ക് അവിടെ ഒരു ബൾബ് ഉണ്ട് അല്ലെ? ഒരു സാധാ ബൾബ് കാണുന്നുണ്ട്, ഒരു ബൾബ് ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ ടെസ്റ്റർ പോലെ സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ? ഇതെന്താ? ഈ ഭാഗം എന്താണ്? സ്ക്രൂ ഡ്രൈവർ പോലെ. ഇതെന്താണ്? മെറ്റൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗം നമ്മൾ ഇവിടെ ഒരു സർക്യൂട്ട് പോലെ ചെയ്യാണ്. ഒരു സർക്യൂട്ട് നമുക്കറിയാം ഒരു ക്ലോസ് സർക്യൂട്ട് ആയിരിക്കണം അല്ല? ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? എവിടെയും ഓപ്പണിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് പോലെയാണ് ഇത് ചെയ്തത് അല്ലെ? ഇവിടെ നോക്കിയേ, ഇതെന്താണ്? ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച് ചെയ്തപ്പം എന്താണ്? ബൾബ് ഗ്ലോ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെന്താ? ഈ സൈഡ് എന്താണ്? മെറ്റൽ ആണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഗുഡ് കണ്ടക്ടർ ആണെന്ന് പറയാം.
ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് നമ്മൾ ടെസ്റ്റർ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു സെറ്റപ്പിന് നമ്മളെ ബൾബ് എന്താണ്, ലൈറ്റ് വയർ, ബാറ്ററി, ഈ മെറ്റലിന്റെ ഒരു കറക്റ്റ് സെറ്റപ്പ് നമ്മൾ ടെസ്റ്റർ എന്നുള്ള പറയാം കേട്ടോ. ഓക്കെ, അത് നോക്കിയാൽ പുവർ കണ്ടക്ടറിന്റെ കേസ് നോക്കിയേ. ഈ ഒരു കേസ് ഇതേ അറേഞ്ച്മെന്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, ഈ ഒരു സൈഡിലേക്ക് ചേഞ്ച് ചെയ്തു, നമ്മളുടെ ഹാൻഡിലിന്റെ സൈഡിലേക്ക് ചെയ്യുന്നു. ബട്ട് ഇവിടെ എന്തുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്തില്ല? എന്തുകൊണ്ടാണ് മക്കളെ ബൾബ് ഗ്ലോ ചെയ്യാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടായിരിക്കും? ബട്ട് ഇവിടെ എന്താണ്, വയർ എവിടെയാണ് മക്കളെ കണക്ട് ചെയ്തത്? എവിടെ കണക്ട് ചെയ്തത്? ഈ ഹാൻഡിൽ സൈഡ്. അത് എന്തുകൊണ്ട് മെയ്ഡ് ചെയ്തതാണ്? പ്ലാസ്റ്റിക് കൊണ്ട് അല്ലെ, പ്ലാസ്റ്റിക് കൊണ്ട് മെയ്ഡ് ചെയ്തായിരിക്കും. സോ പ്ലാസ്റ്റിക് ഇസ് എ പുവർ കണ്ടക്ടർ അല്ലെ, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മളുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇൻസുലേറ്റർ പറയാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എന്താണ് ഇവിടെ സർക്യൂട്ട് അല്ലെ കറക്റ്റ് ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ കഴിയുന്നില്ല, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബൾബ് എന്താണ് ഗ്ലോ ചെയ്യാത്തത്. ഇവിടെ മെറ്റൽ ആയതുകൊണ്ട് എന്താണ് ഇതിലൂടെ ഫ്ലോ ചെയ്തിട്ട് നമുക്ക് ബൾബ് ഗ്ലോ ചെയ്യിക്കാം. ഓക്കെ, അപ്പം ഗുഡ് കണ്ടക്ടേഴ്സ് ഒരു ബാഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ നിങ്ങളുടെ NCERT കൊടുത്തതാണ് കേട്ടോ. നമ്മളെ മെറ്റൽസിന്റെ കേസിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ കേസിലുള്ളത്. ഓക്കെ, ഇത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ പോലെ കൺസിഡർ ചെയ്യുക. അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതിന്റെ ഹാൻഡിൽ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്യുക? പ്ലാസ്റ്റിക് കൊണ്ടാണ് മെയ്ഡ് ചെയ്യുക. സോ ആ പ്ലാസ്റ്റിക്കിലേക്കാണ് പിന്നെ രണ്ടാമത് കണക്ട് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല. ഇലക്ട്രിസിറ്റി പാസ് ചെയ്താലല്ലേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് എന്താണ് ഇതൊരു ബാഡ് കണ്ടക്ടർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, പുവർ കണ്ടക്ടർ, ബാഡ് കണ്ടക്ടർ, പുവർ കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിച്ചത് എന്താണ്, നമ്മൾ ശരിക്കും ഇപ്പം പറഞ്ഞത് ഒക്കെ ഒരു സോളിഡ്സിന്റെ കേസാണ് അല്ലെ. നമ്മളുടെ മെറ്റൽസ് ഒക്കെ ഒരു സോളിഡിന്റെ കേസാണ്. മാം നേരത്തെ പറഞ്ഞു വാട്ടർ ഷീസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു അല്ലെ. വെള്ളം ഒരു ഗുഡ് കണ്ടക്ടർ ആണ്, ഗുഡ് കണ്ടക്ടർ എന്നല്ല കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ പലതരം വാട്ടേഴ്സ് ഉണ്ട് അല്ലെ. നമുക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ ലിക്വിഡ് ആണ്, പല ടൈപ്പ് ലിക്വിഡ്സ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ലിക്വിഡ്സ് ആണുള്ളത്? ഓക്കെ, ഒരു വിനേഗർ ലിക്വിഡ് ആണ്, ഒരു ലൈം വാട്ടർ, പിന്നെന്താണ് എന്താ പറയുന്നത്, ഹണി ഒരു ലിക്വിഡ് ആണ്. ഇതൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണോ? ഇതിലൂടെയൊക്കെ നമ്മളുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതാണ് നമ്മളുടെ ഈ ഒരു പോർഷൻ. ക്യാൻ ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ലിക്വിഡ്സ് എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ക്യാൻ ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഓക്കെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, വായിച്ചേ. എന്താണ് ലിക്വിഡ്സ്? എല്ലാ ലിക്വിഡ്സും കണ്ടക്ട് ചെയ്യോ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എല്ലാ ലിക്വിഡ്സും കണ്ടക്ട് ചെയ്യോ? ഇല്ല, ചില ടൈപ്സ് ലിക്വിഡ്സ് മാത്രമേ എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് റീഡ് ചെയ്യാം. Not all liquids can conduct electricity. However, some of them can be regarded as good conductors of electricity, while others as poor conductors of electricity. Okay, ചിലത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, ഓക്കെ, ചിലത് പുവർ കണ്ടക്ടേഴ്സ് ആണ്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഹണി ഒക്കെ എന്താണ് ഒരു ബാഡ് കണ്ടക്ടർ ആണ്. അതിലൂടെ ഒന്നും എന്താണ് മക്കളെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാമെങ്കിൽ. അതുപോലെ നമുക്ക് ലൈം വാട്ടർ പറയാം അല്ലെ. നമ്മളുടെ ലൈം ശരിക്കും എന്താണ് ഒരു ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ചില ലിക്വിഡ്സ് ഗുഡ് കണ്ടക്ടറും ചില ലിക്വിഡ്സ് പുവർ കണ്ടക്ടറും ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? Not all liquids can conduct electricity. However, some of them can be regarded as good conductors of electricity, while others as poor conductors of electricity. Okay, എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ് പറയുന്നത് water containing salts and minerals dissolved in it always conduct electricity. എന്താ പറയുന്നത്? ചില വാട്ടേഴ്സിന് എന്തൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്? വാട്ടേഴ്സ് കണ്ടെയ്നിങ് salt ഉള്ള വാട്ടേഴ്സ് ആൻഡ് മിനറൽസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് കണ്ടെയ്ൻസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്താ പറയുന്നത്? വാട്ടറിൽ സോൾട്സും മിനറൽസും അടങ്ങിയ വാട്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മിനറൽസ് ആൻഡ് സോൾട്ട് പ്രസന്റ് ആയ വാട്ടറിൽ എന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ നമ്മളുടെ പോർഷൻ എന്തായിരുന്നു? ക്യാൻ ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്?
Read it. Not all liquids can conduct electricity. However, some of them can be regarded as good conductors of electricity, while others as poor conductors of electricity. Okay. Water containing salts, minerals dissolved in it always conduct electricity. Okay. Okay, അടുത്ത വായിച്ചേ. ഡിസ്റ്റിൽഡ് വാട്ടർ. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞത് എന്താണ്, കണ്ടക്ടർ ആണോ? അല്ല, അതിൽ സോൾട്സ് ഒന്നും ഇണ്ടാത്തൊരു എന്താണ്, ഫിൽറ്റേർഡ് വാട്ടർ ആണ്. അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി സോൾട്സ് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടറിൽ സോൾട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്, അത് വാട്ടർ കണ്ടക്ട്, ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയണം ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു പുവർ കണ്ടക്ടർ ആണ്. ഓക്കെ, any solutions of acid, bases or bases can also conduct. ഏതൊരു ആസിഡ്സ്, ബേസസ് ഈ സൊല്യൂഷനിൽ നമ്മളുടെ വാട്ടറിൽ ആസിഡ്സോ ബേസസോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒരു എന്തായാലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ആസിഡ് എന്താണ്, ബേസ് എന്താണെന്ന് അറിയാലോ. അപ്പൊ any solutions of acids or bases can also conduct electricity എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ലിക്വിഡ്സ് കണ്ടക്ട് ചെയ്യോ എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ലിക്വിഡ് കണ്ടക്ട് ചെയ്യുന്നു മനസ്സിലായി. ബട്ട് എന്താണ്, ചില ലിക്വിഡ്സ് പുവർ കണ്ടക്ടർ, ചില ലിക്വിഡ്സ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ആണ്, അല്ലെ? അപ്പൊ ഗുഡ് കണ്ടക്ടേഴ്സ് ലിക്വിഡ്സിൽ എന്തായിരിക്കും, സോൾട്ട് ഓർ മിനറൽസ് അടങ്ങിയിരിക്കും, അല്ലെ? അതുകൊണ്ട് അത് എന്തെയും കണ്ടക്ട് ചെയ്യുന്ന പറയും. എന്താണ്, ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ എനി അതർ ലിക്വിഡ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ സോൾട്ട്സ് ഓർ മിനറൽസ്, എന്താണ്, ഇറ്റ് ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. Okay, if any solution contain acids or bases, it is a good conduct electricity. So we can say it is a good conductor of electricity. Okay, ക്ലിയർ ആയില്ല? നമ്മളുടെ ലിക്വിഡ്സിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് എക്സ്പെരിമെന്റിലൊക്കെ പറയുന്നുണ്ട്, നമുക്ക് പറയാം. ഓക്കെ, ഹൗ ഡു ലിക്വിഡ്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. Okay, different substances, when mixed in water and electricity passed through them, can break apart and form positive and negative particles or ions in the water. എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ലിക്വിഡ്സിൽ നമ്മളിപ്പോ ലിക്വിഡ്സ് ഒരു സബ്സ്റ്റൻസ്, ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. അത് നമ്മളുടെ അതിൽ സോൾട്ട് ഉണ്ട്, സോൾട്ട് ഉള്ള ഒരു സൊല്യൂഷൻ ആണ് എങ്കിൽ, സോൾട്ടഡ് സൊല്യൂഷൻ ആണ് എങ്കിൽ നമ്മളുടെ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താവും, ഈ എന്താണ് അയോൺസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സൊല്യൂഷനിലുള്ള സോൾട്ട് വെച്ചിട്ട് അയോൺസ് നമ്മളുടെ അതെന്താ സ്പ്ലിറ്റ് ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് സബ്സ്റ്റൻസ് വെൻ മിക്സ്ഡ് ഇൻ എ വാട്ടർ ഇലക്ട്രിസിറ്റി ഈസ് പാസ് ത്രൂ ദം, അതിലൂടെ ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യാണ്, can break apart and form positive and negative particles or ions in the water. എന്താണ് പറയുന്നത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ മാം പറയാണെന്ന് വെച്ചാൽ ഒരു ബീക്കർ ഉണ്ടെന്ന് വിചാരിച്ചേ, ഒരു ബീക്കർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബീക്കറിലെ ഇതിന്റെ കോപ്പർ സൾഫൈഡ്, ഓക്കെ, നിങ്ങൾ അറിയാം കോപ്പർ സൾഫൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സൊല്യൂഷൻ ആണ് കോപ്പർ സൾഫേറ്റ് ആണ് എങ്കിൽ ഈ കോപ്പർ എന്ന പോസിറ്റീവും സൾഫേറ്റ് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, കോപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, അപ്പൊ നെഗറ്റീവ് ആയിരിക്കും. ഇതിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യിക്കുകയാണെങ്കിൽ ഇതെന്താവും, ബ്രേക്ക് ആയിട്ട് കോപ്പർ എന്നുള്ളത് പോസിറ്റീവ് അല്ല, കോപ്പർ എന്നുള്ള വേറെ അയണായിട്ടും SO4 സൾഫേറ്റ് എന്നുള്ള വേറെ അയണായിട്ടും അത് ബ്രേക്ക് ഡൗൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഡിഫറെന്റ് സബ്സ്റ്റൻസസ് വൺ മിക്സ്ഡ് ഇൻ എ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, അത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, അപ്പൊ നമ്മൾ കോപ്പർ സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ആഡ് ചെയ്ത് ഇത് ബീക്കറിൽ ഇട്ടിട്ട് നമ്മൾ അതിലേക്കാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് വെച്ചാൽ എന്താവും, can break apart and form positive and negative particles or ions in the water. അപ്പം വെള്ളത്തില് ഇതൊക്കെ ആവും. ഓക്കെ, മനസ്സിലായല്ലോ. These ions can pass the electric current through them. ഓക്കെ, ഈ അയൺസിന് എന്ത് പാസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, അതിലൂടെ നമുക്ക് കറണ്ട് പാസ് ചെയ്യിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഡിസ്റ്റിൽഡ് വാട്ടർ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി സോൾട്ട്സ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്താണ് പറയുന്നത്, ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഒരു സോൾട്ടും, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പോയിന്റ്, ഡിസ്റ്റിൽഡ് വാട്ടറിൽ സോൾട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതെന്താണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എനി സൊല്യൂഷൻ ഓഫ് ആസിഡ്സ് ഓർ ബേസസ് ക്യാൻ ഓൾസോ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഓക്കെ,
സോറി, നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിരുന്നു അത്. അപ്പൊ നമുക്ക് വായിക്കാം അടുത്തത്. ദ മോർ ഈസ് ദ നമ്പർ ഓഫ് അയോൺസ് ഇൻ എ ലിക്വിഡ് ദ ബെറ്റർ കണ്ടക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അയൺസ് കൂടുതൽ, നമ്പർ ഓഫ് അയൺസ്, ഇപ്പൊ മാം പറഞ്ഞ മാതിരി കോപ്പറും സൾഫേറ്റ് അയൺസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ, ആ ഒരു വാട്ടറിലൂടെ എന്താണ് കണ്ടക്ട്, ഇലക്ട്രിസിറ്റി മോർ കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞ പോയിന്റ്? ദ മോർ ഈസ് ദ നമ്പർ ഓഫ് അയോൺസ് ഇൻ എ ലിക്വിഡ് ദ ബെറ്റർ കണ്ടക്ട് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞ അയോൺസ് അല്ലെ, നമ്മളുടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഉണ്ടാവും, നമ്മുടെ കോപ്പർ സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഈ കോപ്പറും സൾഫേറ്റുമായിട്ട് ഡിപ്പാർട്ട് ചെയ്യും അല്ലെ, ബ്രോക്കൺ ചെയ്തിട്ട് അത് ഡിപ്പാർട്ട് ചെയ്യും. അപ്പൊ അതിൽ കുറെ അയൺസ് ഉണ്ടാവും. ആ അയൺസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അതിലൂടെ കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, this is why distilled water is a poor conductor of electricity but salt water is a good conductor of electricity. അതുകൊണ്ടാണ് ഡിസ്റ്റിൽഡ് വാട്ടർ പൂർ കണ്ടക്ട് ആയത്. എന്തുകൊണ്ടാണ്? അതിൽ സോൾട്ട് ഇല്ല, അതിൽ അയൺസ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഒരു പൂർ കണ്ടക്ടർ ആണ്. ബട്ട് സോൾട്ട് വാട്ടർ, ഓക്കെ, സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾട്ട് ആണ് അല്ലെ, സിങ്ക് സൾഫേറ്റ്, എന്ത് സൾഫേറ്റ് ഒക്കെ സോൾട്ട് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പം ഈ സോൾട്ട് വാട്ടർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതിൽ അയൺസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ ആണോ? However, many compounds do not form any ions or mixing them with water. Therefore, they are both conductors of electricity, such as sugar, water, oil and alcohol. ഓക്കെ, ചില കണ്ടക്ടേഴ്സ് അത് അവര് അയോൺസ് ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ പൂർ കണ്ടക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് പറയുന്നത്? ഷുഗർ, വാട്ടർ, എയർ, ആൽക്കഹോൾ. അതൊക്കെ ഒരു പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ എക്സാമ്പിൾസിൽ പെട്ട ലിക്വിഡ്സിന് എക്സാമ്പിൾസ് പെട്ടതാണ് ഓയിൽ, ആൽക്കഹോൾ, ഷുഗർ, വാട്ടർ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? എന്താണ് മനസ്സിലായത്? ഒരു ലിക്വിഡ്സില് നമ്മളുടെ ഒരു ലിക്വിഡ് എന്ന് പറയുന്നതിൽ സോൾട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ മാം പറഞ്ഞു കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതിൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ നമ്മളുടെ അയൺസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ആ അയൺസ് വെച്ചിട്ടാണ് നമ്മളുടെ എന്താണ് മക്കളെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ഡിഫറെന്റ് സബ്സ്റ്റൻസ് when mixed in wire and what electricity pass through them can break apart and form positive and negative particles or ions in the water. Okay, these ions can pass the electric current through them. ആ അയൺസിനാണ് നമ്മളുടെ അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, the more is the number of ions in a liquid, the better is conductor of electricity. Okay, that is why distilled water poor conductor of electricity, but salt water is a good conductor of electricity. Okay, however, many compounds do not form any ions on mixing them with water and therefore they are poor conductors of electricity, such as sugar, water, oil and ചില സബ്സ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്? അയോൺസ് ഡു നോട്ട് ഫോം, ഇനി അയോൺസ് ഫോം ചെയ്യാത്തതുകൊണ്ട് അവരെന്താണ് ഒരു ബാഡ് കണ്ടക്ടേഴ്സ്, ഒരു പൂർ കണ്ടക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ലിക്വിഡ്സിന്റെ കേസ് പറഞ്ഞപ്പോ ജസ്റ്റ് നമ്മൾ ലിക്വിഡ്സ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമെന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഓക്കെ അല്ലേ? ചില ലിക്വിഡ്സ് പൂർ കണ്ടക്ടറും ചിലത് ഗുഡ് കണ്ടക്ടേഴ്സുമാണ്. ഓക്കെ, അപ്പൊ സോൾട്ട്, വാട്ടർ, സോൾട്ടോ മിനറൽസും ഒക്കെ അടങ്ങിയത് അല്ലെങ്കിൽ ആസിഡ്സ് ഓർ ബേസസ് ഒക്കെ ഉള്ള ലിക്വിഡ്സിലാണെങ്കിൽ ഇസ് എ ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ അയൺസിന്റെ എണ്ണം അല്ലെങ്കിൽ സോൾട്ട് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി മോർ കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ പറഞ്ഞ പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ പറയുന്നത്? അപ്പൊ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ എങ്ങനെ ലിക്വിഡ്സിൽ അതൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറയാം, കുറച്ച് എക്സാമ്പിൾസ് പറയാം ഏതൊക്കെ കണ്ടക്ട് ചെയ്യും, ഗുഡ് കണ്ടക്ടറും ബാഡ് കണ്ടക്ടറും. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ പാർട്ടിൽ മാം ഫസ്റ്റ് പറഞ്ഞത് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആയിരുന്നു അല്ലെ. നമ്മളുടെ ചാപ്റ്റർ നെയിം കെമിക്കൽ എഫക്ട്സ് ഇലക്ട്രിക് കറണ്ട് എന്നായിരുന്നു അല്ലെ. ഇലക്ട്രിക് കറണ്ട് കെമിക്കൽ എഫക്ട്സ് ആയിരുന്നു നമ്മളുടെ ചാപ്റ്റർ നെയിം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഇലക്ട്രിക് കറണ്ടിന് പാസ് ചെയ്യിക്കാൻ അല്ലെ, അതിലെ ഫസ്റ്റ് നമ്മൾ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റർ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്ററിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഓക്കെ ആണോ? പഠിച്ചില്ലേ? ഡെഫിനിഷൻ പഠിച്ചു. അതിനെ വെച്ച് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു അല്ലെ. നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു. അപ്പം അതിനെ വെച്ചിട്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ലിക്വിഡ്സിലൂടെ
ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമെന്നാണ് അല്ലെ. ഇത് നമ്മളൊരു പുതിയ പോയിന്റ് ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ 6th-ലോ 7th-ലോ പഠിക്കാത്തതായിരുന്നു നമ്മുടെ ലിക്വിഡ്സിന്റെ കേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ലിക്വിഡ്സിന്റെ കേസിലാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ കെമിക്കൽ എഫക്ട്സ് വരുന്നുണ്ട്. നമ്മുടെ മെയിൻ പാർട്ട് കെമിക്കൽ എഫക്ട്സ് ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ നമ്മൾ ലിക്വിഡ്സിന്റെ കേസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ട് നമുക്ക് ലിക്വിഡ്സിന്റെ ബേസിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ ഈ പാർട്ട് ഓക്കെ ആണല്ലോ.